blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഓരോ സ്പോൺസർക്കുമായി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങൾ മുംബൈയിൽ നിന്നുള്ള ബീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൂട്രസിലെ ഫൈബ്രോയിഡ് യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും മാറിപ്പോകട്ടെ. തുടർച്ചയായ നെക്ക് പെയിനും അതുപോലെ തലവേദനയും യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തനിക്ക് കുഞ്ഞുങ്ങളെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ സഹോദരിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ജയ്പൂരിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ആ സഹോദരിയുടെ ഭർത്താവിന് പരിപൂർണമായും മദ്യപാനത്തിൽ നിന്നും വിടുതൽ നൽകണമേ, പുകവലിയിൽ നിന്നും സ്വാതന്ത്ര്യം നൽകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവെ അങ്ങ് പരിഹരിച്ച് രക്ഷിക്കണമേ. സമാധാനം നിറഞ്ഞ ഒരു ജീവിതം അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തനിക്ക് കുഞ്ഞുങ്ങളെ നൽകി തൻ്റെ ദാമ്പത്യ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ചെന്നൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ്റെ വൈവാഹിക ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും അതിജീവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമാധാനത്താൽ തൻ്റെ ജീവിതത്തെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി തിരുവനന്തപുരത്ത് ലഭിക്കേണ്ടതിനായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ. ആസ്മ എന്ന രോഗം ആ മകളെ വിട്ട് മാറേണ്ടതിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. രാജസ്ഥാനിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ സ്കൂളിന് വേണ്ടി ഇമ്മാനുവൽ മിഷൻ സ്കൂൾ വളർച്ച പ്രാപിക്കുവാൻ കൂടുതൽ അഡ്മിഷൻ ലഭിക്കേണ്ടതിന് ആ സ്കൂളിനെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെയും തൻ്റെ ഭാര്യയെയും ആരോഗ്യം നൽകി എല്ലാ രോഗങ്ങളിൽ നിന്നും സൗഖ്യം നൽകി അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. 2 മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആരോഗ്യം നൽകണമേ. നല്ല വിദ്യാഭ്യാസവും വളരെ ശോഭനമായ ഒരു ഭാവിയും അവർക്കങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകൾ സ്വീകരിച്ചതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Thank you all sponsors for sponsoring today's episode. യോഹന്നാൻ യേശുവിനെ കാണുമ്പോൾ യേശു അവനോട് പറയുന്നത് ഇങ്ങനെയാണ്: മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി നീ മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ ചെറുപ്പകാലത്ത് മരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. എന്നാൽ ബൈബിൾ പറയുന്നു മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, കാരണം യേശു മരണത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, ഇന്ന് യേശുവിൽ വിശ്വസിച്ച് അഥവാ മരിച്ചാലും അതിനപ്പുറത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പ് കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവ് പുനരുത്ഥാനം ചെയ്തതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവരും പുനരുത്ഥാനം ചെയ്തിരിക്കും. കൈകൾ അടിച്ച് ഒരിക്കൽ കൂടെ യേശുവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, ആത്മാവിൻ്റെ മരണത്തിൽ നിന്നും നമ്മൾ വീണ്ടും ജനിച്ച് ആത്മാവിൻ്റെ ജീവൻ പ്രാപിച്ച് നമ്മൾ പുറത്തു വരികയാണ്.
ഹല്ലേലൂയ. അങ്ങനെ ഒരാത്മീയ ജീവൻ കൂടെ നൽകാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത് നമ്മെ മരണത്തിൽ നിന്നും വിടുവിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. അടുത്ത ഒരു കാര്യം ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. വഴികൾ അടയുമ്പോൾ, നന്നായി ശ്രദ്ധിക്കുക, വഴികൾ അടയുമ്പോൾ പുതിയ വഴി തുറക്കുവാൻ ശക്തനാണ് നമ്മുടെ ദൈവം. ജോലി നഷ്ടപ്പെട്ടു, അന്ന് രാത്രി തന്നെ ചിലർ കയറെടുക്കുക. ഇനി എന്തിനാ ജീവിച്ചിരുന്നിട്ട്? ജോലി പോയി, ഇനി എങ്ങനെ ജീവിക്കും? ഒത്തിരി പേർക്ക് അബദ്ധം പറ്റാറുണ്ട്. ആ ജോലി നഷ്ടപ്പെട്ടത് അതിനേക്കാൾ നല്ല ശമ്പളത്തിൽ, അതിനേക്കാൾ നല്ല സൗകര്യത്തിൽ, നല്ല വേറെ ഒരു ജോലി തരാൻ വേണ്ടിയാണ് എന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ അത് കണ്ട് ജീവിച്ച് അനുഭവിച്ച് മരിച്ചേനെ. പലർക്കും അതിന് സാധിക്കുന്നില്ല. വിസ ക്യാൻസൽ ആയിപ്പോയി, അയ്യോ ഇനി എന്തിനാ ജീവിക്കുന്ന, ചത്തേക്കാം. നോ, പുതിയ ഒരു വഴി തുറക്കുവാൻ ദൈവം ശക്തനാണ്. വാടക വീട്ടിലാണ് താമസിക്കുന്നത്, മുതലാളി പറഞ്ഞ് ഇറങ്ങിക്കോ, കുടുംബമായി അങ്ങ് ചത്തേക്കാം. നോ, അതിനേക്കാൾ നല്ലൊരു വീട് ഒരുക്കി വെച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞത്. കർത്താവ് അതറിയുന്നു. അദൃശ്യനായ ദൈവത്തിൻ്റെ അദൃശ്യമായ കരം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാൻ കണ്ണില്ലെങ്കിലും കണ്ണടച്ച് വിശ്വസിക്കുക. ഹല്ലേലൂയ. ഒരു വഴിയും ഇല്ലാത്തടത്ത് ദൈവം വഴി തുറക്കും. ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു വഴിയും കാണുന്നില്ല. മകളുടെ വിവാഹം നടക്കണം, ഒരു വഴിയുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ കയ്യിൽ വഴിയുണ്ട്. ദൈവത്തിൻ്റെ കയ്യിൽ വഴിയുണ്ട്. ഇന്ന് വിശ്വസിച്ച് ദൈവത്തെ ഒന്ന് പ്രസാദിപ്പിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? വിശ്വസിക്കുക. ഇല്ല, എൻ്റെ ദൈവം അസാധ്യമായ സ്ഥാനത്ത് എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കും. നാട്ടുകാരും അത് കാണും, അവരും കൂടെ സ്തോത്രം പറയും. ഞാൻ ചോദിക്കട്ടെ, റെഡ് സീ അല്ലെങ്കിൽ ചെങ്കടൽ എന്ന് പറയുന്ന വലിയ കടലിൻ്റെ മുമ്പിൽ പല പ്രാവശ്യം ഞാൻ ഈ ചെങ്കടൽ പോയി കണ്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് അമേസിങ്. ആ ചെങ്കടലിനെ പിളർന്ന് ലക്ഷങ്ങളെ വരണ്ട ഉണങ്ങിയ പാതയിലൂടെ അപ്പുറത്ത് കടത്തിയ പാരമ്പര്യമുള്ളവനാണ് നീ വിളിക്കുന്ന യേശു. എന്നിട്ട് പിന്നെ എന്തിനാ ആത്മഹത്യക്ക് കയറെടുക്കുന്നേ? എന്തിനാ വിഷക്കുപ്പി അന്വേഷിച്ച് പോകുന്നേ? എന്തിനാ റെയിൽവേ പാളം അന്വേഷിച്ച് പോകുന്നേ? ആ ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു. നീ വിളിച്ചാൽ കേൾക്കും. നിനക്ക് വേണ്ടി അവൻ അത്ഭുതം പ്രവർത്തിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ നീ അപമാനിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വഴി എന്താണെന്നറിയാമോ? നിന്നെ ആരെല്ലാം അപമാനിച്ചോ അവരുടെ കണ്ണിൻ്റെ മുൻപിൽ നിന്നെ ഗോപുരം പോലെ ഉയർത്തി മാനിക്കാനാണ്. പക്ഷേ ഇനി എന്തിനാ ജീവിച്ചിട്ട് എന്ന് പറഞ്ഞ് ജീവിതത്തിൽ നിന്ന് പിന്മാറിയാൽ ആ ഉയർച്ച കാണാൻ നീ ഇവിടെ ഉണ്ടാവില്ല. കാരണം ദൈവത്തിൻ്റെ കയ്യിൽ വഴികളുണ്ട്. ബൈബിൾ പറയുന്നു, ആകാശത്തിലൂടെ അവന് വഴികളുണ്ട്, സമുദ്രത്തിലൂടെ അവന് വഴികളുണ്ട്, പാറയിലൂടെ അവന് വഴികളുണ്ട്, വെള്ളത്തിലൂടെ ആയാലും അവന് വഴികളുണ്ട്, കാട്ടിലൂടെ ആയാലും വൻ കാട്ടിലൂടെ ആയാലും അവന് വഴികളുണ്ട്, തുരങ്കത്തിലൂടെ ആയാലും ദൈവത്തിന് വഴികളുണ്ട്. തൻ്റെ കുഞ്ഞുങ്ങളെ നടത്തുവാൻ ദൈവത്തിന് കഴിവുണ്ട്. ഒരു GPS-ഉം വേണ്ട, ഒരു മാപ്പും വേണ്ട. അവന് തൻ്റെ കുഞ്ഞുങ്ങളെ എത്തേണ്ട ആ ആശിച്ച തുറമുഖത്ത് എത്തിക്കുവാൻ കഴിവുണ്ട്. ദൈവത്തെ കഴിവുകെട്ടവനായി കാണരുത്. പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് അറിയുന്നു. ഐ നോ ഇൻ whom I have believed. എത്ര പേർക്ക് അതറിയാം? ആരെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് എന്നെനിക്കറിയാം. വേറെ ആരും ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമല്ല. എനിക്കറിയാം ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. ആ ഒരു ഉറച്ച ധൈര്യത്തോടു കൂടിയാണ് എഴുതി വച്ചിരിക്കുന്നത്, അവൻ എൻ്റെ ഉപനിധി അവസാനത്തെ നാളോളം കാത്തുകൊള്ളും. വേറെ ആരും അവനെ സപ്പോർട്ട് ചെയ്യണ്ട, വേറെ ആരും ശുപാർശ ചെയ്യണ്ട, വേറെ ആരും റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുക്കണ്ട. ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും. ആരും വഴി വെട്ടണ്ട.
എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും. മോശയ്ക്ക് വേണ്ടി തുറന്നെങ്കിൽ, അഹരോന് വേണ്ടി തുറന്നെങ്കിൽ, മിര്യാമിന് വേണ്ടി തുറന്നെങ്കിൽ, ജനലക്ഷങ്ങൾക്ക് വേണ്ടി തുറന്നെങ്കിൽ, എനിക്ക് വേണ്ടി 21-ാം നൂറ്റാണ്ടിൽ അവൻ വഴി തുറന്നെന്നെ മാനിക്കും. ഈ വിശ്വാസമില്ലെങ്കിൽ ബൈബിൾ താഴെ വെക്കണം, സ്തോത്രം നിർത്തണം, ഹല്ലേലൂയയും പാട്ടും ഇതൊക്കെ നിർത്തണം. വിശ്വാസമുണ്ടെങ്കിൽ നെഞ്ചു വിരിച്ച് ചങ്കൂറ്റത്തോടെ മുന്നോട്ട് അടിവെച്ചിട്ട് പറയണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറന്നിരിക്കും. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ആ പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ നദിയിലോട്ട് കാലങ്ങ് വെക്കുകയല്ല, ശക്തിയോടെ ഒഴുകിക്കൊണ്ടിരുന്ന യോർദാൻ നദി അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് പിരിഞ്ഞ് വഴിമാറി, യു ടേൺ എടുത്ത് വഴിമാറി അവർ പെട്ടകവും ചുമന്ന് മറുകരയിലെത്തി. പണ്ടൊരിക്കൽ വലിയൊരു പട്ടിണി ഉണ്ടായി സമേരിയ എന്ന് പറയുന്ന സ്ഥലത്ത്. ശമരിയ പട്ടണത്തിൽ ഭയങ്കര പട്ടിണി. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തിന്നുക, സ്വന്തം മക്കളെ പുഴുങ്ങി തിന്നുന്നു വിശന്നിട്ട്. അതുപോലെ പട്ടിണി. പ്രവാചകൻ എഴുന്നേറ്റ് പറഞ്ഞു, ഇൻ 1 day's time, നാളെ ഈ സമയത്ത് ഈ ഗേറ്റിൽ ചീപ്പായി ആഹാര സാധനങ്ങൾ വിൽക്കപ്പെടും, വളരെ ചീപ്പായി. അവിടെ നിന്നിരുന്ന ഒരാൾ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം ആകാശത്തിൽ വലിയ കിളിവാതിൽ തുറന്നാൽ പോലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഉടനെ പ്രവാചകൻ പറഞ്ഞു, നീ ഇത് കാണും, പക്ഷെ നീ ഇത് അനുഭവിക്കില്ല. പിറ്റേ ദിവസം അതുപോലെ തന്നെ ആ സമയമായപ്പോൾ ആ സമേരിയ എന്ന് പറയുന്ന ആ പട്ടണത്തിൻ്റെ ഗേറ്റിൽ ഭക്ഷണം വരാൻ തുടങ്ങി, ഭക്ഷണ വണ്ടികൾ വരാൻ തുടങ്ങി. പട്ടിണി എടുക്കുന്ന ജനം മുഴുവനും കൂടി ഓടിക്കൂടി വേണ്ടത്ര ഭക്ഷണം അവർ കൈക്കലാക്കുമ്പോൾ അവിശ്വാസം പറഞ്ഞ ആ അകമ്പടി നായകൻ ജനത്തിൻ്റെ സ്റ്റാമ്പീഡിൽ ചവിട്ടേറ്റ് അവിടെ മരിച്ചു. സന്ദേശം: അവിശ്വാസികൾ നശിക്കും, വിശ്വാസികൾ പുഷ്ടി പ്രാപിക്കും. അവർ ജീവനോടെ മുന്നിലേക്ക് പോകും. അവരുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരെ കൂടെ ബലപ്പെടുത്തും, അവർക്കും ജീവൻ കൊടുക്കും. എത്ര പേർക്ക് സന്ദേശം പിടികിട്ടി? എന്തോ അതിശക്തമായി പരിശുദ്ധാത്മാവ് അവിടെ കൂടിയിരിക്കുന്ന ജനത്തോട് പറയുന്നു, ദൈവത്തെ ആരും ചെറുതായി കാണരുത്. Our God is a big God. നമ്മുടെ അപ്പനെ കുറിച്ച് പറയുമ്പോൾ ഒരു അഭിമാനമൊക്കെ വേണം. നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആരെങ്കിലും അച്ഛനെ വിളിച്ചാൽ സമ്മതിക്കുമോ? ഇല്ലാത്തതൊക്കെ കൂടി ഇങ്ങ് ഉരുണ്ട് വരുമല്ലോ, ഇല്ലാത്ത മസിലൊക്കെ ഉരുണ്ട് കയറുമല്ലോ, ഇല്ലേ? അപ്പനെ വിളിച്ചാൽ ആരും സമ്മതിക്കില്ല. അതുപോലെ നമ്മുടെ സ്വർഗത്തിലെ പിതാവിനെ കുറിച്ച് നമുക്കൊരു വലിയ ഉത്സാഹം വേണം, ഉണർവ് വേണം, അഭിമാനം വേണം. എൻ്റെ ദൈവമേ, നീ ഏറ്റവും വലിയവൻ. ഹല്ലേലൂയ. ഇന്ന് ആയിരക്കണക്കിന് പേർ നിന്നെ വെല്ലുവിളിച്ചാലും അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് വെല്ലുവിളിക്കണം, ജീവനുള്ള ഒരു ദൈവമുണ്ട്. അവൻ ഒരു ദിവസം എനിക്ക് വേണ്ടി ഇറങ്ങി വരും. അവൻ എന്നെ മാനിക്കും, അവൻ എന്നെ രക്ഷിക്കും. സകലരുടെയും മുമ്പിൽ അവൻ എന്നെ ഉയർത്തും. ദാവീദ് കുഞ്ഞു ബാലനായിരുന്ന സമയത്ത് അതാ ചെയ്തത്. ഫെലിസ്ത്യരുടെ വലിയ നിര വന്നിരിക്കുമ്പോൾ ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് സകലരും അറിയത്തക്ക രീതിയിൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫെലിസ്ത്യ മല്ലൻ ഗോലിയാത്തിന്റെ നേരെ അവൻ ഓടിച്ചെന്നത്. ഹല്ലേലൂയ. ഇതാണ് ഒരു വിശ്വാസിയുടെ വീര്യം. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, ഇവരാരും പുതിയ യെരൂശലേം എന്ന ദൈവത്തിൻ്റെ നഗരത്തിൽ പ്രവേശിക്കുകയില്ല. അതിൽ ആദ്യം വരുന്ന ഭീരുക്കളാണ്. ഭീരുത്വം ആർക്കും വേണ്ട. വിശ്വാസത്തിൻ്റെ ധൈര്യം, വിശ്വാസത്തിൻ്റെ വീര്യം. ഇന്ന് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കഴിഞ്ഞ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നെഞ്ച് നിറയെ അകത്ത് മുഴുവൻ എന്തായിരിക്കണം? വിശ്വാസത്തിൻ്റെ വീര്യവുമായിട്ട് പോകണം. ഹല്ലേലൂയ. മുഖത്തേക്ക് നോക്കിയാൽ അറിയണം ഇവൻ്റെ അകത്ത് എന്തോ ഇരിപ്പുണ്ടെന്ന്. ഹല്ലേലൂയ. ഇവളുടെ അകത്ത് എന്തോ ഉണ്ടെന്ന് മുഖത്ത് നോക്കിയാൽ അറിയണം. അകത്തുള്ളതിൻ്റെ മിറർ അല്ലെങ്കിൽ കണ്ണാടിയാണ് മുഖം. അകത്തുള്ളത് എന്താണെന്ന് അറിയാം. ഹല്ലേലൂയ. അകത്ത് യേശുവാണ് ഇരിക്കുന്നതെങ്കിൽ, അകത്തൊരു സിംഹമാണ് ഇരിക്കുന്നതെങ്കിൽ അത് മുഖത്ത് അറിയണം. അതിൻ്റെ വീര്യം, ധൈര്യം അറിയാൻ കഴിയണം. പരിശുദ്ധാത്മാവ് പറയുന്നു,
ഇത് ജയത്തിൻ്റെ ദിവസമാണ്. വേണ്ടി വന്നാൽ എഴുതിക്കോ, ഡയറിയിലോ പ്രേയർ ഡയറിയിലോ കിതാബിൽ എവിടെയെങ്കിലും എഴുതിക്കോ. ഈ ദിവസം ആത്മാവിൽ ദൈവത്തിൻ്റെ അഭിഷിക്തനായി ഞാനിവിടെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഈ ദിവസം ജയത്തിൻ്റെ ദിവസമാണ്. ജയാളികൾ എങ്ങനെ പെരുമാറുമോ അങ്ങനെ പെരുമാറിക്കോ. വലിയൊരു ട്രോഫി ആയിട്ട് വരുന്നവർ ഇതിലൂടെ പോയാൽ കടക്കാരും നാട്ടുകാരും ഒക്കെ അറിയുമല്ലോ. വണ്ടിയുടെ മുകളിലായാലും നിന്ന് ചെണ്ടയടിച്ചവർ തുള്ളിക്കൊണ്ടിരിക്കും. ജയത്തോടെ നടത്താൻ വേണ്ടിയാണ് യേശു നിന്നെ വിളിച്ചത്. തോൽവി അടഞ്ഞ പാർട്ടിയായിട്ട് തല കുമ്പിട്ട് തോർത്തിട്ടുകൊണ്ട് നടക്കാനല്ല യേശു നിന്നെ വിളിച്ചത്. ദൈവം നിന്നെ വിളിച്ചത് ജയോത്സവമായി നടത്താൻ വേണ്ടിയാണ്. നിൽക്കുന്ന ബ്രദറിൻ്റെ പേര് എജി തോമസ് എന്നാണ്. 37 വയസ്സുണ്ട് തനിക്ക്. താൻ പറയുന്നത് ഇങ്ങനെയാണ്: നീണ്ട 15 വർഷത്തെ മദ്യപാനം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നമുണ്ടാക്കി. അതായത് 22ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം മദ്യപാനം തുടങ്ങിയത്. കൂട്ടുകളെല്ലാം കൂടി വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അതിനിടയിൽ ഇവരുടെ വിവാഹം കഴിഞ്ഞിരുന്നു. പക്ഷേ ഇതിനിടയിൽ തനിക്ക് മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. തനിക്കത് സാധിച്ചില്ല. കൂട്ടുകളെല്ലാം കൂടി മദ്യപിച്ച് ഇതായിരുന്നു. അദ്ദേഹത്തെ ചോദിച്ചു, ഞാൻ ഒരു ദിവസമൊക്കെ എന്തോരം കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നോർമലി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനൊരു അരക്കുപ്പി കഴിക്കും ബ്രദറേ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. നിങ്ങൾക്കറിയാം അരക്കുപ്പിക്ക് എത്ര രൂപ വിലയുണ്ട്. 15 വർഷം അതുപോലെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര രൂപ നഷ്ടമായിട്ടുണ്ട്. തൻ്റെ ആരോഗ്യം, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു ബ്രദർ ഈ ഒരു സാക്ഷ്യം പറഞ്ഞ സ്റ്റേജിൽ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ലോകത്തിൻ്റെ ദുശീല സ്വഭാവങ്ങളിൽ പെട്ടുകിടക്കുന്ന ഒരു വ്യക്തിയെ ദൈവം വിടുവിച്ചു. നിശ്ചയമായും ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമായി തീരും. മാത്രമല്ല, തനിക്ക് മദ്യപാനത്തിൻ്റെ ഇത് മാത്രമല്ല, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട്. ബ്ലെസ്സിങ് ടുഡേ ഇവർ കാണാൻ തുടങ്ങിയ കുടുംബമാണ്. ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇദ്ദേഹം 2012 ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ദിവസം രാവിലെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബ്രദർ ഇങ്ങനെ പറഞ്ഞു, മദ്യപാനം നിർത്തുവാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളെ യേശു കർത്താവ് വിടുവിക്കുന്നു, അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നുവെന്ന് പറഞ്ഞായിരുന്നു. ആ സമയത്ത് താനിത് വിശ്വസിച്ചു. ഇത് ചെയ്ത കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് തൻ്റെ മനസ്സിനകത്ത് പ്രവർത്തിച്ചു. ഒരു വിശ്വാസം വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് പ്രവർത്തിച്ചിട്ട് പറഞ്ഞു, കുടിക്കുന്നത് ശരിയല്ല, അത് തെറ്റാണ്, അത് പാപമാണെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം കുടി നിർത്തി. നീണ്ട 15 വർഷത്തെ ആ വലിയൊരു പ്രശ്നത്തെ, തൻ്റെ അനുഗ്രഹത്തെ തടയുന്ന ആ ഒരു പ്രശ്നത്തെ യേശു കർത്താവ് എടുത്തു മാറ്റി. ഹല്ലേലൂയ! സന്തോഷമുള്ളവർക്കൊന്ന് കൈകളടിച്ച് ഹല്ലേലൂയ, ആമേൻ. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് കോഴഞ്ചേരി ബ്ലെസ്സിങ് സെൻറ്ററിൽ പോകുന്നുണ്ട്. നമുക്കിവിടെ ഒരു ബ്ലെസ്സിങ് സെൻ്ററുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 12 മണി വരെ ശക്തമായ ആരാധന നടക്കുന്ന ഒരു ബ്ലെസ്സിങ് സെൻ്റർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കോഴഞ്ചേരിയിൽ. ലൈവ് ടെലികാസ്റ്റ് ഡാമിൻ ബ്രദറിൻ്റെയും ഷെമാ സിസ്റ്ററിൻ്റെയും ശുശ്രൂഷ തത്സമയ സംരക്ഷണം നിങ്ങൾക്ക് ഇവിടെ അതേ സമയത്ത് നിങ്ങൾ കാണുവാനും കേൾക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും സാധിക്കും. നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ബ്രദറെ, ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി ഇദ്ദേഹം മദ്യപാനം നിർത്തിയിട്ട് നീണ്ട 15 വർഷത്തെ 22ാമത്തെ വയസ്സിൽ തുടങ്ങിയ മദ്യപാനം കർത്താവായ യേശു എടുത്തു മാറ്റി. ഞാൻ വൈഫിനോട് തന്നെ ചോദിക്കുക, ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒന്നും പറയാൻ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാം ഒറ്റ കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി മാനസികമായി അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി പണനഷ്ടം, കടബാധ്യതകളും അങ്ങനെയൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഒന്നും വന്നില്ല, എവിടെ പോയാലും വെള്ളം അടിച്ചിട്ടേ വരുവുള്ളായിരുന്നു. ഇപ്പോൾ സന്തോഷമുണ്ട്, എവിടെ പോയാലും വെള്ളം അടിക്കുക എന്നുള്ള ഉറപ്പുണ്ട്. ഇപ്പോൾ ഇത് കാണാൻ തുടങ്ങിയ പിന്നെ നല്ല അനുഗ്രഹമാണ് ഞങ്ങളുടെ വീട്ടിൽ, സന്തോഷം സമാധാനമുണ്ട്. സിസ്റ്റർ പറഞ്ഞ കേട്ടോ, നേരത്തെ എവിടെ പോയാലും വെള്ളം അടിച്ച് എൻ്റെ ഭർത്താവ് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്, എവിടെ പോയാലും അദ്ദേഹം വെള്ളം അടിക്കാണ്ട് വരും. കാരണം അദ്ദേഹം ബ്ലെസ്സിങ് ടുഡേ പ്രാർത്ഥനാ പ്രോഗ്രാം കാണുന്നത് കൊണ്ടെന്നാണ് പറഞ്ഞത്. ബ്രദറെ, ബ്രദറിന് എന്താ പറയുക? കർത്താവ് വിടുവിച്ചു അല്ലേ, ദൈവം തൻ്റെ സ്നേഹത്താൽ വിടുവിച്ചു. അപ്പോൾ എന്താ പറയാനുള്ളത് ബ്രദറിന്? സന്തോഷത്തോടെ എൻ്റെ കുടുംബം ജീവിച്ചു. ഒന്ന് നോക്കാമോ? കർത്താവ് ഒരു വ്യക്തിയെ, വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ തൊട്ട് കഴിഞ്ഞാൽ ആ
ആ കുടുംബത്തിൽ അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന ഈ വലിയ സാക്ഷ്യത്തിനായി നന്ദി പറയുന്നു. ദൈവമേ, ദുശീല സ്വഭാവത്തിൽ നിന്ന് ഈ മകനെ വിടുവിച്ച് കുടുംബത്തിൽ നല്ലൊരു ഭർത്താവിനെ നൽകിയല്ലോ, ഒരു നല്ലൊരു കുടുംബനാഥനെ നൽകിയല്ലോ. തൻ്റെ ജീവിത പങ്കാളിക്ക് നല്ലൊരു ഭർത്താവായി മാറി കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു അപ്പനായി ദൈവം അങ്ങ് മാറ്റിയതിനെ നന്ദി പറയുന്നു. കർത്താവേ, ഈ സാക്ഷ്യം കാണുന്നവർ, ഇത് കേൾക്കുന്നവർ ഇതുപോലെ വിടുതലുകൾ പ്രാപിക്കട്ടെ. ദുശീല സ്വഭാവങ്ങളുള്ളവർ എത്ര വർഷമായാലും അവർ അതിൽ നിന്നും വിടുവിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും മദ്യപാനം അതിൽ നിന്നും മാറുവാൻ കഴിയില്ല, അത് പുകവലിയിൽ നിന്ന് മാറുവാൻ കഴിയില്ല എന്ന് പറയുന്ന വ്യക്തികൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവെ, കുടുംബ സമാധാനമില്ലാത്തവർക്ക് ഈ സാക്ഷ്യം മുഖാന്തരം കുടുംബ സമാധാനം, അനുഗ്രഹങ്ങൾ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളെല്ലാ മഹത്വവും അങ്ങേക്ക് തരുന്നു, യേശുവിൻ നാമത്തിൽ തന്നെയും. ആമേൻ. വിശ്വാസത്തോടെ ഇന്നും നമ്മൾ ഒരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹൃദയത്തിൽ വിശ്വസിക്കുക. കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ ഐക്യമെത്തിപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ പ്രാർത്ഥന കേൾക്കുമല്ലോ. ദൈവിക വിടുതലുകൾ ഇപ്പോൾ മുതൽ ഉണ്ടാകാൻ തുടങ്ങട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, ശരീരത്തിനകത്തും പുറത്തുമുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ആസ്മ രോഗം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില ശരീരങ്ങളിൽ ഒരു ഇലക്ട്രിക് കറണ്ട് പോലെ എന്തോ ഒന്ന് പാസ് ചെയ്യുന്നത് പോലെ ചിലർക്ക് തോന്നുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ആ ശരീരങ്ങളിൽ പ്രവർത്തിച്ച് രോഗബന്ധനങ്ങളെ അഴിച്ചു മാറ്റി ഒരു വലിയ വിടുതൽ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ജീസസ്. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കരൾ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുവാനായി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷുഗർ മൂലം വല്ലാതെ ശരീരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികൾ, എത്ര ശ്രമിച്ചിട്ടും ഷുഗർ താഴേക്ക് വരുന്നില്ല. അത്ഭുതകരമായി ഷുഗർ ലെവൽ നോർമൽ ആകട്ടെ. ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമൽ ആകട്ടെ. നട്ടല് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നട്ടലിൽ സാരമായ തകരാറുള്ള ചില വ്യക്തികൾ, ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഇനിയും പഴയതുപോലെ ജീവിക്കാൻ സാധ്യമല്ല, പഴയതുപോലെ നടക്കാനോ ജോലി ചെയ്യാനോ സാധ്യമല്ല. അതുപോലെ നട്ടലിൽ തകരാറ് സംഭവിച്ച ചില വ്യക്തികൾ, ഡിസ്കുകളിലെ അകൽച്ചയോ തേയ്മാനമോ കംപ്രഷനോ ഒക്കെ ആകാം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ത്വക്ക് രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. പ്രത്യേകിച്ച് ചില വീട്ടമ്മമാരുടെ കൈകളിലുള്ള സോപ്പ്, ഡിറ്റർജൻറ്റ് പൗഡറുകളൊക്കെ എടുക്കുമ്പോഴുള്ള ഭയങ്കരമായ അലർജിയും സ്കിന്നെല്ലാം പീൽ ഓഫ് ചെയ്ത് പോവുകയും പഴുക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ദുസ്വപ്നങ്ങൾ കാണുന്ന ചിലരെ കർത്താവ് ഇന്ന് വിടുവിക്കുന്നു. ക്യാൻസർ, എല്ലാവിധ ക്യാൻസറും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവ് അത്ഭുതങ്ങളാൽ നടത്തുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ടോമി എന്നു പേരുള്ള ഒരു സഹോദരൻ, ടോമി, വയറിനകത്ത് ഭയങ്കരമായ വേദനയും എന്തൊക്കെയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ടോമി എന്നൊരു സഹോദരനെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം നടക്കട്ടെ. താങ്ക് യു ലോർഡ്. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ച് രോഗസൗഖ്യവും വിടുതലും സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിരവധി വിടുതലുകളും അത്ഭുതങ്ങളും ഇപ്പോൾ നടക്കട്ടെ. ക്ഷയരോഗം, TB ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് ഈ വെള്ളിയാഴ്ച തമിഴ്നാട്ടിൽ ഗൂഡല്ലൂരിലും അതിനുശേഷം ശനിയാഴ്ച മീനങ്ങാടിയിലുമാണ്, വയനാട് ജില്ലയിൽ.
ഈ 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരുമ്പോൾ നിങ്ങൾക്ക് ചോദിച്ച് വാങ്ങാവുന്ന ഒരു പുസ്തകമാണ് ബ്ലെസ്സിങ് ടുഡേ ആരാധനാ ഗീതങ്ങൾ. 1000-ലധികം ആത്മീയ ഗീതങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് ദൈവത്തെ പാടി സ്തുതിക്കുവാനും ആരാധന വളരുവാനും ഒത്തിരി സഹായിക്കുന്നതായിരിക്കും. അതുപോലെ ബ്ലെസ്സിങ് ടുഡേയിലെ ക്വയർ പാടിയ സെലിബ്രേറ്റ് ജീസസ് എന്ന ഈ സോങ് CD-യും നിങ്ങൾക്ക് കരസ്ഥമാക്കും. അതിൽ ഹീലിംഗ് പ്രെയർ ഉണ്ട്, ലൈവ് വർഷിപ്പുണ്ട്, 55ഓളം പാട്ടുകളുണ്ട്. അതുകൂടാതെയുള്ള ഒത്തിരി പുസ്തകങ്ങളും സന്ദേശങ്ങളുടെ DVD-കളൊക്കെ അവൈലബിളാണ്. സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിച്ചാൽ നിങ്ങൾക്ക് തപാൽ മാർഗം ലഭിക്കുക, അല്ലെങ്കിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ നിന്ന് ഇത് നിങ്ങൾക്ക് കരസ്ഥമാക്കാം. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചിലരോടെങ്കിലും ഇന്ന് തന്നെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയുക. അവരുടെ ജീവിതത്തിൽ ഇതൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: മാർക്കോസ് 3-ാം അധ്യായത്തിൽ സെബദിയുടെ മക്കൾക്ക് യേശു ഇട്ട പേരെന്ത്? ഹൗ ജീസസ് നെയിം സെബദീസ് സൺസ്? ഓപ്ഷൻസ്: എ ലേവി, ബി കേഫ, സി ബോനേർഗസ്, ഡി ഷൗൽ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.